മൈതാനത്ത് നമ്മൾ ഈ കാണുന്ന തൂണിൽ പരിശീലനം നടത്തുന്നത് 84 വയസ്സുള്ളയാളാണെന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ വിശ്വസിക്കാനാവുന്നില്ല, അല്ലേ? നമ്മുടെ പ്രായം 70-ലും 80-ലും ഒക്കെ എത്തുമ്പോൾ 10 അടിയെങ്കിലും പരസഹായം കൂടാതെ തനിയെ നടക്കാനാവും എന്ന ഉറപ്പ് പോലും ഒരുപക്ഷെ നമുക്കുണ്ടാവില്ല. അപ്പോൾ എന്തായിരിക്കും ഈ 84-കാരന്റെ ആരോഗ്യരഹസ്യം? നീലേശ്വരത്ത് നടന്ന കേരള മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ലോങ് ജമ്പ് മത്സരത്തിൽ മെഡൽ നേടിയ പിറവം മുൻ MLA MJ ജേക്കബ് മനോരമ ഓൺലൈനിലൂടെ തന്റെ ആരോഗ്യരഹസ്യം പങ്കുവയ്ക്കുന്നു. എനിക്കിപ്പോൾ 84 വയസ്സുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലം ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളൊരു കാലമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റതിന് ശേഷം ദിനചര്യകളൊക്കെ കഴിഞ്ഞ് കുറച്ച് യോഗ ചെയ്യും. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ യോഗ കാര്യങ്ങൾ ചെയ്യും. ഒരു 6 മണിയാകുമ്പോഴത്തേനും ഈ നേരത്തെയൊക്കെ റോഡേ നടക്കുമായിരുന്നു, ഒരു 3-4 കിലോമീറ്റർ നടക്കുമായിരുന്നു. ഇപ്പോൾ ഈ ട്രാഫിക്കിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് റോഡിലെ നടപ്പ് മാറ്റി എൻ്റെ അടുത്തുള്ള മണിമലക്കുന്ന് ഗവൺമെൻറ് കോളേജിൻ്റെ സ്റ്റേഡിയത്തിൽ വന്ന് ഒരു 1/4 മണിക്കൂർ നേരം നടക്കും. ആദ്യം കുറച്ച് സ്പീഡ് കുറച്ച് നടക്കും, പിന്നെ സ്പീഡ് കൂട്ടി നടക്കും, അതിനുശേഷം കുറച്ച് സമയം ഓടും. അതാണ് അതിൻ്റെ ഒരു ക്രമം. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂർ നേരം ഈ പറഞ്ഞ സ്റ്റേഡിയത്തിൽ ചിലവഴിക്കാറുണ്ട്. സാധാരണയായി 10 മണിയാകുമ്പോൾ കിടക്കും, 4 മണിക്ക് എണീക്കും. പിന്നെ 10 മണിക്ക് അങ്ങനെ കിടക്കാൻ കഴിയാതെ 1 മണിയോ 2 മണിയായി വന്നാൽ ആ ദിനചര്യയിൽ ചില മാറ്റം വരാറുണ്ട്. എന്നാൽ പോലും ഈ 4 മണിയാകുമ്പോൾ എണീക്കും. വീട്ടിലെന്തൊക്കെയാണോ ഉള്ളത്, ഈ പറഞ്ഞ ചില ദിവസം ദോശയായിരിക്കും, ചില ദിവസം പുട്ടായിരിക്കും, അല്ലെങ്കിൽ പുട്ടും കടല, അല്ലെങ്കിൽ എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് അത് കഴിക്കും. അതിനൊരു പ്രത്യേക, പക്ഷേ ഒരിക്കലും അമിതമായി കഴിക്കാറില്ല. പിന്നെ കഴിയുമെങ്കിൽ ഈ പറഞ്ഞണം ഒരു മുട്ട, ഒരു ദിവസം 1 മുട്ട അത് റെഗുലറായി കഴിക്കാറുണ്ട്. പിന്നെ ചായയും കാപ്പിയും ഒക്കെ കുടിക്കും, പക്ഷേ എല്ലായിടത്തും കിട്ടുന്നിടത്തൊക്കെ കുടിക്കും. രാവിലെ ഒരു ചായ കുടിക്കും, വൈകുന്നേരം ചിലപ്പോൾ ഒന്ന് കുടിക്കും. അതാണ്. പിന്നെ എൻ്റെ ഞാൻ പൊതുപ്രവർത്തകനായിരുന്ന ആളാണ്. ഈ കല്യാണവും മറ്റ് കാര്യങ്ങളും ഒക്കെ എല്ലാവരും വിളിക്കും. കഴിയുമെങ്കിൽ ഈ അവിടെ ചെല്ലും, അവരെ ഒക്കെ വിഷ് ചെയ്ത് പോരും. ഭക്ഷണം അവിടുന്ന് കഴിക്കൽ വളരെ ചുരുക്കമാണ്. വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പറ്റുന്ന ഭക്ഷണം കിട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കുക എന്നല്ലാതെ മറ്റത് കഴിക്കാൻ പോകുമ്പോൾ വലിയ ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ ആയിരിക്കും. അത് അങ്ങനെ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്കത് ഗുണം ചെയ്യില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിയുന്നത്ര അത് ഒഴിവാക്കാറുണ്ട്. പ്രായമാകുന്ന എന്നുള്ളൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അത് നമ്മുടെ മസിൽസിൻ്റെ ബലം കുറയും, ബോണിൻ്റെ വീക്കാവും, പൊതുവേ ശ്വാസ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ, നമ്മളിപ്പോൾ നടക്കരുതെന്ന് പറഞ്ഞാൽ നടക്കാതിരുന്നുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ട്, ഇപ്പോൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ കാല് അനക്കുക, എണീക്കുക, ഇരിക്കുക, പുഷപ്പ് ചെയ്യുക, വാമപ്പ് ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും. പക്ഷേ ഈ പ്രായമാകുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമുക്കാവുന്നതേ ചെയ്യുള്ളൂ. വേറൊരാൾ നല്ലോണം കാല് പൊക്കിയെന്ന് വിചാരിച്ചുകൊണ്ട് അത്രയും നമുക്ക് പൊക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പൊക്കരുത്. പക്ഷേ മനുഷ്യന് ഗ്രാജുവലായിട്ട് ചെയ്യാവുന്ന മാതിരി ചെയ്താൽ അത് എത്താൻ പറ്റും. കാല് പൊക്കുന്ന സ്ഥലം അങ്ങനെ നമ്മൾ പയ്യെ പൊക്കി നമുക്കത് ആ ലെവലിൽ എത്തിക്കാൻ പറ്റും. വളരെ സൂക്ഷിച്ച് പ്രായമായ ആളുകൾ ചെയ്യുന്നത് സൂക്ഷ്മതയോടുകൂടി ചെയ്യണം, ചെയ്യാതിരിക്കരുത് ഒരിക്കലും. ചിലപ്പോൾ ചില ഡോക്ടേഴ്സൊക്കെ പറയും നിങ്ങൾ അനക്കരുത് പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞാലും, പക്ഷേ അത് ഈ നമ്മൾ പ്രായത്തിൻ്റെ പേരിലാണെങ്കിൽ അത് പയ്യെ ഗ്രാജുവലായിട്ട് നമ്മൾ ചെറിയ എക്സസൈസ് ചെയ്തുകൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, എനിക്ക് കോവിഡ് വന്നില്ല. വന്ന ആളുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകളുള്ളതായിട്ട് പറയുന്നുണ്ട്. അവർക്ക് ശ്വാസതടസ്സവും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ
ഉണ്ട്. പക്ഷേ എനിക്കെന്തോ ഭാഗ്യം കൊണ്ട് ഇതുവരെ കോവിഡ് വന്നില്ല. ജേക്കബ് സർ പറയുന്നത് കേട്ടപ്പോ നമുക്കും ഒന്ന് നന്നായാലോ എന്ന് തോന്നിയോ? പുതുവർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ഈ വാക്കുകൾ സഹായിക്കട്ടെ. ഇപ്പോൾ ഒരു 70 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ഒരു പ്രധാന പ്രശ്നം നമ്മളൊക്കെ കേൾക്കുന്നതാണ്. എപ്പോഴും ബാത്റൂമിൽ വീണു, കാലിൻ്റെ തൊടയുടെ എല്ല് പൊട്ടി, വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നു 70 വയസ്സ് കഴിഞ്ഞവർക്ക് പോലും ഉണ്ടാവുകയാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോൾ 84 വയസ്സായി. ഈ 84 വയസ്സുള്ളപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്യാവശ്യം വേണ്ട എക്സസൈസ് നമ്മുടെ കാലിനും കൈക്കുമൊക്കെ ബലം കൊടുത്താൽ അത് പ്രായമുള്ളവരെന്നുള്ള നിലയിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോട് കൂടി ചെയ്യണം. അങ്ങനെ സൂക്ഷ്മതയോട് കൂടി ചെയ്യുമ്പോൾ പയ്യെ പയ്യെ കാല് പൊക്കാവുന്ന മാതിരി പൊക്കി, അനക്കാവുന്ന മാതിരി അനക്കി, മുട്ടിളക്കി, അങ്ങനെ ആ എക്സസൈസ് ഗ്രാജുവലായിട്ട് നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക്, എനിക്കുണ്ടായൊരു അനുഭവം പറയാം. ഞാൻ പഴയ MLA ആയിരുന്ന ആളാണ്. അവിടെ ഈ മൂവാറ്റുപുഴയാറിലൂടെ രാമംഗലത്ത് ഒരു ഡെഡ് ബോഡി ഒഴുകി വന്നു. ആ ഡെഡ് ബോഡി ഒഴുകി വന്ന് അതിൻ്റെ മഹസർ തയ്യാറാക്കുന്നതിന് വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് അധികാരികളും ഒക്കെ അവിടെ നിൽക്കുന്നൊരു സ്ഥലത്തേക്ക്, അത് കുറച്ച് കുത്തനെ ഒരു ഇറക്കമുള്ള സ്ഥലത്താണ്. അപ്പോൾ ഞാനതിലെ വന്നപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ഒരു പ്രമാദമായ കേസ് എന്നുള്ള നിലയിൽ ഞാനും അവിടെ ചെന്ന് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഇത്തിരി നല്ല കുത്തിറക്കമാണ്. ഇറങ്ങാനായിട്ട് ചെന്നപ്പോൾ എൻ്റെ അവിടെ കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് തോന്നുന്നു ഒരു 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് പ്രായമുള്ള ആളാണ്, പഴയ MLA ആണ്. അപ്പോൾ എന്നെ പിടിക്കാനെന്നുള്ള വേണ്ടിയിട്ട്, ഞാൻ വീഴുക എന്നുള്ള രീതിയിൽ എന്നെ പിടിക്കാനായിട്ട് വന്ന ഈ 25 വയസ്സുള്ള നല്ല തടിയൊക്കെ ഉള്ള ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹം ആദ്യം അങ്ങ് വീണു. എനിക്ക് സത്യത്തിൽ ഒരു കാലയിൽ ബാലൻസ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് ഞാൻ വീണില്ല. അപ്പോൾ ആളുകളെല്ലാം കൂടെ എന്നെ പിടിക്കാനായിട്ട് വന്ന, അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു ബാലൻസിങ്, ഈ സ്പോർട്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനം സ്ട്രെച്ചിങ് ആൻഡ് ബാലൻസിങ്, ഈ 3 കാര്യം സ്ട്രെങ്തൻ ചെയ്യണം, അത് സ്ട്രെച്ച് ചെയ്യണം, നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ഗ്രാജുവലായിട്ട് പഠിച്ചാൽ മതി. അങ്ങനെ വന്നാൽ നമുക്ക് നമ്മുടെ സ്വയം ഒരു രക്ഷയ്ക്കത് നല്ലതാണ്. ഭക്ഷണം ഈ പറഞ്ഞോളം നമ്മൾ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ആവശ്യമാണെങ്കിലും അത് തിരഞ്ഞെടുക്കുന്ന ഒരു രീതി, അമിത ആഹാരം ഒരിക്കലും ഗുണം ചെയ്യില്ല. ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും പോയപ്പോഴും അപ്പോൾ വലിയ ആശങ്ക ഉണ്ടായിരുന്നു, വയറിനൊക്കെ അസുഖം വരുമല്ലോ എന്ന്. പക്ഷേ അനുഭവത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് അവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വയറിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അത് അവരുടെ ഒരു ടേസ്റ്റ് ആണെങ്കിൽ പോലും ഈ സ്പൈസസൊക്കെ, ഇപ്പം നമ്മൾ മല്ലിയും മുളകും മറ്റേ അങ്ങനെയുള്ള ഇതൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അത് കുറവാണെങ്കിൽ പോലും അവിടെ ആ ഭക്ഷണം കഴിച്ചിട്ട് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകേണ്ട. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഈ സ്പൈസസൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതല്ല. എങ്ങനെയാവും MJ ജേക്കബ് കായിക ലോകത്തേക്ക് എത്തിയത്? ഞാനൊക്കെ പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളും നടന്നാണ് സ്കൂളിൽ വരാറ്. ഞാൻ വടകര സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. നമ്മുടെ ബഹുമാന്യനായ രാഷ്ട്രപതി KR നാരായണൻ ഉഴവൂരിന്ന് നടന്നു വന്ന് പഠിച്ച സ്കൂളിലാണ് എനിക്ക് പഠിക്കാൻ ഭാഗ്യമുണ്ടായത്. അന്നൊക്കെ എല്ലാ കുട്ടികളും നടന്നാണ് സ്കൂളിൽ വരിക. ഇന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത്ഭുതം തോന്നും, ഒരു കുട്ടി പോലും ചെരുപ്പിട്ടുകൊണ്ട് അന്ന് ക്ലാസ്സിൽ വരാറില്ല. അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യം. വയറ് നിറച്ച് ആഹാരം കഴിക്കുന്ന കുട്ടികൾ വളരെ ചുരുക്കമാണ്. സാധാരണ കുറച്ച് കപ്പയും ചക്ക പുഴുങ്ങിയതും ഒക്കെ കഴിച്ച് കുറച്ച് കഞ്ഞിയും ഒക്കെ കുടിച്ച് വരുന്ന ആ ഒരു കാലം എൻ്റെ ഓർമ്മയിൽ, ഭേദപ്പെട്ട കുടുംബങ്ങളിലെ ആളുകൾ പോലും നിറച്ച് ചോറുണ്ണു എന്ന കാലമായിരുന്നില്ല. അവരും കുറച്ച് കപ്പയും ചക്കപ്പുഴുക്കും ഒക്കെ കഴിച്ച് ബാക്കി ചോറുണ്ണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അന്നത്തെ ഒരു കാലം. ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ
സ്കൂളിൽ എത്തുന്നതിന് വേണ്ടി കുറച്ച് ഓടും, കുറച്ച് നടക്കും, പിന്നെയും കുറച്ച് ഓടും, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു താല്പര്യം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഞാൻ വടകര സെൻറ്റ് ജോൺസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ ചാമ്പ്യനായിരുന്നു. അതിനുശേഷം ആലുവ UC കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നു, അവിടെ ഒരു ആൻഡ്രൂ സാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ എനിക്ക് അവിടെ ആ കോളേജിൽ ചാമ്പ്യനാവാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, 400 ഹാർഡിൽസിൽ എനിക്കന്ന് യൂണിവേഴ്സിറ്റി തലത്തിൽ റെക്കോർഡ് ഇടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ നല്ല നിലയിൽ മുന്നേറുവാൻ എനിക്ക് കഴിഞ്ഞു. യൂണിവേഴ്സിറ്റി തലത്തിൽ റെക്കോർഡ് ഇടുവാൻ അന്ന് കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഞാൻ 60-61 കാലങ്ങളിലാണ് എൻ്റെ ഈ 400 മീറ്റർ ഹാർഡിൽസിൻ്റെ റെക്കോർഡ് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ റെക്കോർഡ് ഏതാണ്ട് 10 വർഷത്തോളം കിടന്നിട്ടുണ്ട്. ഞാൻ ഈ ഇൻഡോർ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ, അവിടെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുമ്പോൾ അവിടെയും ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും കോളേജിലും യൂണിവേഴ്സിറ്റി തലത്തിലുമൊക്കെ മെഡലുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലി ആയതുകൊണ്ട് തൽക്കാലം സ്പോർട്സ് മത്സരങ്ങൾക്കൊക്കെ വിട്ടുനിന്നിരുന്നു. അങ്ങനെ വിട്ടുനിന്നിരുന്നെങ്കിൽ പോലും ഈ കായികമായ ശാരീരികമായ വ്യായാമം, ബോഡി ഫിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കായിക ലോകത്ത് നിന്നും ജേക്കബ് സർ ഒരിടവേള എടുത്തു. എന്നാൽ 2006 അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തു. അതൊരു സംഭവമായിരുന്നു കേട്ടോ. അതും സാറെന്നെ പറയട്ടെ. വീണ്ടും ഞാൻ സ്പോർട്സ് രംഗത്തേക്ക് വരുന്നത് 2006 ഞാൻ MLA ആകുമ്പോൾ എൻ്റെ പഴയ കൂട്ടുകാർ, FSCTയിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്ന സമയത്തുള്ള കൂട്ടുകാർ, അവർ ഈ മാസ്റ്റേഴ്സിൻ്റെ പ്രവർത്തകരായിരുന്നു. അവരെന്നോട് അവിടെ ഒരു മഹാരാഷ്ട്ര കോളേജിൽ ഒരു മീറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിച്ചു. ഞാനവിടെ ചെന്ന് ഈ മാസ്റ്റേഴ്സിൻ്റെ ഈ മീറ്റ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം എനിക്ക് ആ ഒരു പഴയ സ്പിരിറ്റ് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്റ്റേഡിയത്തിൽ ഈ മത്സരങ്ങളിൽ 100 മീറ്ററും 200 മീറ്ററും ഞാൻ ഓടി നോക്കി. ആ ഓടിയപ്പോൾ എൻ്റെ ഒരു പഴയ സ്പിരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവസാനം വീണു. എനിക്ക് ഒന്ന് പത്രങ്ങളെ MLA വീണു എന്ന് പറഞ്ഞെങ്കിലും ഞാൻ നല്ല രീതിയിൽ അന്ന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ ഇനി ഇത് എനിക്ക് സാധിക്കും എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം ഞാൻ ഈ മാസ്റ്റേഴ്സിൻ്റെ എല്ലാ പരിപാടികളും പങ്കെടുക്കാം. മാസ്റ്റേഴ്സിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ 30 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളുടെ മത്സരമാണ്. അത് 30 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് 100 105 എത്രയായാലും ഈ 5 വയസ്സ് വ്യത്യാസത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാം. അപ്പോൾ ഞാൻ അതിന് ശേഷം അതിൻ്റെ ജില്ലാ, സംസ്ഥാന, ദേശീയ, ഏഷ്യൻ, ലോക മീറ്റുകൾ അതിനുശേഷം 2006 ശേഷം ഞാനിത് റെഗുലറായി ഇതിൽ പങ്കെടുക്കുകയും അങ്ങനെ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ റെഗുലറായി പ്രാക്ടീസ് ചെയ്യും. മാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരങ്ങൾ യഥാർത്ഥത്തിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം 30 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് 100 വയസ്സ്, അത് 100 വയസ്സിൽ കൂടുതലുള്ള ആളുകളെ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ 5 വയസ്സിൻ്റെ വ്യത്യാസം, 30, 35, 40, 45 അങ്ങനെ 100, 105 വയസ്സ് വരെയുള്ള ആളുകൾ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജില്ലാ മത്സരമുണ്ട്, സംസ്ഥാന മത്സരമുണ്ട്, ദേശീയ മത്സരമുണ്ട്, പിന്നെ ഓൾട്ടർനേറ്റ് ഇയറിൽ ഈ ഏഷ്യൻ മീറ്റും ലോക മീറ്റും ഓൾട്ടർനേറ്റ് ഇയറിലാണ്. ഒരു വർഷം ഏഷ്യൻ മീറ്റ് നടന്നാൽ പിറ്റത്തെ വർഷം ലോക മീറ്റ് നടക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ. ഞാൻ ഈ 2006 ശേഷം ഈ മാസ്റ്റേഴ്സിൻ്റെ ജില്ലാ, സംസ്ഥാന, ദേശീയ മീറ്റുകൾ എല്ലാ വർഷവും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 5 ഏഷ്യൻ മീറ്റുകളിൽ ജപ്പാനിലെ
കിറ്റാക്കാമി, അതുപോലെ ചൈനയിലെ ഷാങ്ഹായ്, മലേഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ ഏഷ്യൻ മീറ്റുകളിലും, ഓസ്ട്രേലിയയിലെ പെർത്ത്, ഫ്രാൻസിലെ ലിയോൺ, സ്പെയിനിലെ മലാഗ, ഫിൻലാൻഡിലെ താംബ്രെ എന്നിവിടങ്ങളിൽ നടന്ന 4 ലോക മീറ്റുകളിലും, അങ്ങനെ 4 ഏഷ്യൻ മീറ്റിലും 4 ലോക മീറ്റുകളിലും പങ്കെടുക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുന്ന മാർച്ച് 21 മുതൽ 31 വരെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്ന മാസ്റ്റേഴ്സിൻ്റെ വേൾഡ് മീറ്റിൽ പങ്കെടുക്കാനായിട്ട് അവരുടെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള വിസ അടക്കമുള്ളത് ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെയുള്ള മത്സരത്തിൽ സ്റ്റേറ്റ് മീറ്റിലും നാഷണൽ മീറ്റിലും ഒക്കെ നമുക്ക് മെഡലുകൾ വാങ്ങിക്കാൻ എളുപ്പമാണ്. പക്ഷേ ലോക മീറ്റിൽ ഒക്കെ ചെല്ലുമ്പോൾ ഈ അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ വ്യക്തിഗത ഇനങ്ങളിൽ മെഡൽ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഒരു രീതിയും അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കെന്തോ ഒരു ബുദ്ധിമുട്ട് കുറവ് പോലെ നമുക്ക് തന്നെ തോന്നിപ്പോകും. അവരുടെ പെർഫോമൻസൊക്കെ അത്തരത്തിലാണ്. എങ്കിൽ പോലും അതൊക്കെ കണ്ട് നമ്മൾ മാറ്റം വരുത്തി നമുക്കും ആ നിലയിലേക്ക് എത്താനായിട്ടുള്ള ഒരു നിലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ പുതുവർഷത്തിൽ നമ്മളോട് MJ ജേക്കബിനും പറയാനുണ്ട് ചെറിയൊരു ഉപദേശം, നല്ല ആരോഗ്യത്തിന് വേണ്ടിയുള്ള നല്ലൊരു ഉപദേശം. നമ്മൾ മനുഷ്യരെ, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ ഒക്കെ തന്നെ ഒരു ജീവിതത്തിലൊരു ചിട്ടയുണ്ടാവണം. ഒരു സമയത്ത് കിടക്കണം, ഉറങ്ങാൻ കിടക്കണം, അത് രാവിലെ എണീക്കണം. അതുപോലെ ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കണം, പക്ഷേ അമിതമായ ഭക്ഷണം പാടില്ല. ആവശ്യമായ എക്സസൈസ്, നമുക്ക് പറ്റുന്ന മാതിരിയുള്ള എക്സസൈസ്. കാരണം ഈ മുട്ടുവേദനയും ബാത്റൂമിൽ വീഴലും ഒക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞോണം ഈ പറ്റുന്ന മാതിരിയുള്ള വ്യായാമം എല്ലാവരും ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ കാര്യമൊക്കെ ചെയ്തു പോകാനായിട്ട് കഴിയും. അതുകൊണ്ട് എല്ലാവരും വ്യായാമത്തിൽ ശ്രദ്ധിക്കണം, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ട ഉണ്ടാവണം.